ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ രാവിലത്തെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി വെക്കാനുണ്ട് കേട്ടോ. മുരിങ്ങടലയാണ് കറി വെക്കുന്നത്. മീനൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രിഡ്ജിൽ, അപ്പോൾ മുരിങ്ങടല ഇപ്പോൾ രാവിലെ തന്നെ പോയി പൊട്ടിച്ചതാണ്. പൊട്ടിക്കാൻ പിന്നെ വാർപ്പുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ വേഗം പൊട്ടിക്കുക. നല്ല ഹൈറ്റിലാണ് മുരിങ്ങ നിൽക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിക്കാം. അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങ അരയ്ക്കാനുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് എടുത്ത് വെച്ചതാണ് വെള്ളപ്പത്തിരിക്ക് വേണ്ടിയിട്ട്. നാളെ ഇനി വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിടണം. അപ്പോൾ തേങ്ങയുടെ വെള്ളം എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ പരിപ്പ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടുപ്പത്ത് വയ്ക്കട്ടെ. പിന്നെ പരിപ്പ് തലേ ദിവസം വെള്ളത്തിലിടലുണ്ട്. ഇന്നിപ്പോൾ വെള്ളത്തിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം കറി എന്താ ഉണ്ടാക്കേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ കടി ഉണ്ടാക്കാനുണ്ട്. പൂരി മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. പൂരി വല്ലപ്പോഴൊക്കെ തന്നെ ഉണ്ടാക്കലുള്ളൂ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് പൂരി, അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്, ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്ന സമയമല്ലേ, മക്കൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പൂരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ പൂരിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഇനി ഉണ്ടാക്കണുള്ളൂ. അങ്ങനെ 2-3 തന്നെ കഴിക്കുള്ളൂ. മക്കളൊക്കെ 2 3 പിന്നെ ഞാൻ 2 കഴിക്കണുള്ളൂ. എനിക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടമല്ലേ പൂരി രാവിലെ കഴിക്കാനേ, നല്ല എണ്ണയായതുകൊണ്ട്. പിന്നെ പത്തിരി പ്രസ്സിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് തടവിയിട്ട്, പിന്നെ പൊടി ഒന്നും ഇട്ട് കൊടുക്കില്ല, നേരിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ അങ്ങനെ എണ്ണ തടവി കൊടുത്താൽ വേഗം അങ്ങനെ ആയി കിട്ടും കേട്ടോ പരത്തുമ്പോൾ. അങ്ങനെ 2 പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പരത്തി വെച്ചതാണ്. ഇനിയിപ്പോൾ അതൊന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അങ്ങനെ പാൻ ചൂടായി വന്നപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഓയിൽ വേണം കേട്ടോ അത് മുങ്ങിക്കെടുക്കാനായിട്ട്. അത് ഞാനെപ്പോഴും അങ്ങനെ കുറച്ച് കുറവായിട്ട് തന്നെ ഒഴിക്കുള്ളൂ, ഒരുപാട് അങ്ങനെ കൊണ്ട് ഒഴിക്കലില്ല കേട്ടോ. നന്നായിട്ട് പൊള്ളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2-3 ഉരുളൻകിഴങ്ങും പിന്നെ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 തക്കാളി, അതൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ്, മസാലക്കറി. കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മൂടിയിട്ടിട്ട് ചെറിയ കുക്കറൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായക്ക് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചോറിൻ്റെ മുകളിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഗ്യാസുമ്മേക്ക് വെച്ചിട്ട് ജസ്റ്റ് പൊടിയിട്ടിട്ട് ഒന്നായിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതപ്പോൾ തന്നെ ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. മക്കളൊക്കെ എണീക്കാൻ നേരം വൈകും, അപ്പോഴത്തേന് ചായ ചൂടാറും വിചാരിച്ചിട്ട് എപ്പോഴും ഫ്ലാസ്കിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കലാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരടുപ്പത്ത് മുരിങ്ങടല കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ മുരിങ്ങടലയിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ചെറിയുള്ളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, നേരം വൈകിയോണ്ട് ചെറുള്ളി നന്നാക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ചെറിയുള്ളി ഇട്ടിട്ടാണ് അങ്ങനെ അരയ്ക്കൽ. മുരിങ്ങടലയിലേക്ക് നല്ലതാണ് ചെറുള്ളി അരച്ചാൽ. പിന്നെ മസാലക്കറി വറവിടാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങടല വെന്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തതാണ്.
പിന്നെ പൂരി ഉണ്ടാക്കിയ ആ എണ്ണ അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ആവശ്യത്തിനൊക്കെ അതിൽ നിന്ന് തന്നെയാണ്ട് എടുത്താൽ അതാണ്ട് അവസാനിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വറവിടാനൊക്കെ അതിൽ നിന്ന് തന്നെയാണ് എടുക്കണത്. മസാലക്കറി വറവിടാനും പിന്നെ മുരിങ്ങടല വറവിടാനൊക്കെ അതിൽ നിന്ന് തന്നെയാണ് എടുത്തത് കേട്ടോ. അങ്ങനെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറും ഉണ്ടാകാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ. കറി ചൂടായതുകൊണ്ട് തന്നെ പിന്നെ ചോറും പാത്രമൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കട്ടെ. പിന്നെ മുരിങ്ങയിടൽ തലേ ദിവസം രാത്രി ഉണക്കൽ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമാണ് ഇപ്പോൾ ഒന്ന്. വേറെ ഉപ്പേരിയൊന്നുമില്ല. മുരിങ്ങയിടൽ ഉണക്കലും നല്ല രസമാണ്. മുരിങ്ങയിടൽ ഉണക്കലും. അങ്ങനെ ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് നിറയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടനൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് നല്ല വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കാണ്ട് ആക്കലില്ല ഞാൻ. പക്ഷെ ഒന്നും ടൈമില്ലാത്തതുകൊണ്ട് വേഗം വേഗം ചോറ് കൊടുത്താക്കിയുള്ള ഒരു തിരക്കിൽ അല്ലാണ്ട് വൃത്തികേടായി. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടാ. നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ചിട്ട് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ അങ്ങനെ അവിടെ ഇട്ടിട്ട് പോയതാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ ഉണ്ട് സിങ്കിൽ നല്ല. മറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകലുണ്ട്. ഇന്ന് എണീക്കാൻ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്പീഡിലാണ് ഒക്കെ ചെയ്തത്. അങ്ങനെ കഴുകിയ പാത്രങ്ങളും മിക്സിയുടെ ജാറൊക്കെ സ്റ്റോർ റൂമിൽ അങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. എനിക്കങ്ങനെ പാത്രങ്ങൾ സ്ലാബിൻ്റെ മുകളിൽ പരന്നിരിക്കുന്നത് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഒക്കെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ അത് കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പോൾ സ്ലാബ് ഇങ്ങനെ നീറ്റാക്കിയിട്ട് ഇടുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഫ്രിഡ്ജിൽ കുക്കുംബറും ക്യാരറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോൾ മക്കൾ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇടയ്ക്കെടുത്ത് കഴിക്കാമല്ലോ. നോക്കി വെച്ചാൽ പിന്നെ അങ്ങനെ കഴിച്ചോളും. അല്ലെങ്കിൽ പിന്നെ മടിയല്ലേ. പിന്നെ കുറേ ഇരുന്നൊക്കെ നാശമായി പോകും. അപ്പോൾ ഞാൻ കുറേ അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. സ്ലാബൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.